നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച കൊട്ടാരക്കര കൊല്ലം IT പാർക്കുകൾക്ക് അംഗീകാരമായി. കൊട്ടാരക്കര കൊല്ലം IT പാർക്കുകളുടെ നിർമ്മാണം കിഫ്ബി വഴി ഏറ്റെടുക്കും. 2 IT പാർക്ക് പദ്ധതികൾക്കും കഴിഞ്ഞ ദിവസം ചേർന്ന കിഫ്ബി ജനറൽ ബോഡി യോഗത്തിലാണ് അംഗീകാരം നൽകിയത്. 160 കോടി രൂപ ഇതിനായി കിഫ്ബി അനുവദിക്കും. കൊട്ടാരക്കര IT പാർക്കിനായി 80 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരമായത്. നഗരമധ്യത്തിൽ രവിനഗറിലെ കല്ലട ജലസേചന പദ്ധതി ആസ്ഥാനത്തിന്റെ ഭാഗമായുള്ള അധികമുള്ള ഭൂമിയിലാണ് IT പാർക്ക് സ്ഥാപിക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി നിർവഹണ ഏജൻസി. കിറ്റ്ക് തയ്യാറാക്കിയ വിശദമായ പദ്ധതിരേഖ അനുസരിച്ചാണ് പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയത്. വികേന്ദ്രീകൃത IT വികസനം ലക്ഷ്യമിട്ട് 2022-23 സംസ്ഥാന ബജറ്റിൽ IT ഇടനാഴികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കൊട്ടാരക്കരയിൽ സർക്കാർ ഉടമസ്ഥതയിൽ IT പാർക്ക് സ്ഥാപിക്കുന്നത്. 8 നിലകളിലായാണ് പ്രധാന IT കെട്ടിടം നിർമ്മിക്കുക. ഇതിൽ തറനിരപ്പിന് താഴെയായി 2 നിലകളുണ്ടാകും. ഇത്തവണത്തെ ബജറ്റിൽ അവതരിപ്പിച്ച പുതിയ വികസന മാതൃകയുടെ ഭാഗമായാണ് 80 കോടി രൂപ ചെലവിൽ കൊല്ലം IT പാർക്ക് സ്ഥാപിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അടക്കം വരുമാനദായക IT വികസന പദ്ധതികളിൽ പങ്കാളികളാക്കുകയാണ് ലക്ഷ്യം. ഇവയുടെ അധിക ഭൂമിയും കെട്ടിടങ്ങളും അടക്കം IT വികസനത്തിന് പ്രയോജനപ്പെടുത്തുകയും വരുമാനം പങ്കിടുകയും ചെയ്യുന്നതാണ് ബജറ്റിൽ മുന്നോട്ട് വെച്ച നിർദ്ദിഷ്ട വികസന മാതൃക. കൊല്ലം നഗരസഭയുടെ കീഴിൽ കുരീപ്പുഴയിലും താമരക്കുളത്തുമുള്ള ഭൂമികളിലാണ് IT പാർക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 2ഇടത്തും 50,000 ചതുരശ്രയടി വിസ്തൃതിയിൽ കെട്ടിടം നിർമ്മിക്കും. ഓരോന്നിനും 40 കോടി രൂപയാണ് അടങ്കൽ പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയെ നിർദ്ദിഷ്ട വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ മുനമ്പുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും.